പാലക്കാട് മണ്ഡലത്തിലെ വ്യാജ വോട്ട് പരാതിയിൽ ജില്ലാ തെരഞ്ഞെടുപ്പ് വിഭാഗം പരിശോധന തുടങ്ങിയിട്ടുണ്ട്. ബൂത്ത് തലത്തിലുള്ള പരിശോധനകൾക്കൊപ്പം സാങ്കേതിക വിദഗ്ധരുടെ സഹായത്തോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലും പരിശോധന നടത്തും. 2700ഓളം കള്ളവോട്ടുകളാണ്, വ്യാജ വോട്ടുകളാണ് പാലക്കാട് ബിജെപിയും കോൺഗ്രസും ചേർത്തത് എന്ന സിപിഐഎമ്മിന്റെ പരാതിയിന്മേലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ശരത് തോങ്ങല്ലൂർ ചേരുകയാണ്. ശരത്ത്, അന്തിമ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കരുത് എന്ന സിപിഐഎമ്മിന്റെ ആവശ്യം അത് എത്ര കണ്ട് പ്രായോഗികമാകും എന്നതിൽ സംശയമുണ്ട്. പക്ഷേ ഈ കള്ളവോട്ട് കണ്ടെത്താൻ നിലവിലുള്ള ആ മണ്ഡലത്തിൽ സ്ഥിരതാമസമായ ആളുകളുടെ വിവരങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കുന്ന നടപടികളിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടക്കുകയാണ്. പിന്നീട് ഇത് ചലഞ്ച് വോട്ടായി രേഖപ്പെടുത്തും എന്നുള്ളതാണ് ഇന്ന് വന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത്. അങ്ങനെയാണോ നടപടിക്രമങ്ങൾ? എന്താണ് മറ്റു വിവരങ്ങൾ? അസിത, കഴിഞ്ഞ ദിവസമാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാട് നിയോജക മണ്ഡലത്തിൽ 2700-ലേറെ കള്ളവോട്ടുകൾ BJPയും UDFും ചേർത്തിട്ടുണ്ട് എന്നൊരു ആരോപണം LDFിന്റെ ഭാഗമായിട്ടുള്ള CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ഉന്നയിച്ചത്. അതിന്മേലാണ് നടപടി ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇത്തരം ആരോപണം വന്നു. അപ്പോൾ തന്നെ EN സുരേഷ് ബാബു പറഞ്ഞിരുന്നു ഇത് സംബന്ധിച്ചുകൊണ്ട് ജില്ലാ ഭരണകൂടത്തിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി സമർപ്പിച്ചിട്ടുണ്ടെന്ന്. ആ പരാതിയിൽ ബൂത്ത് ലെവൽ ഉദ്യോഗസ്ഥരുടെയും ബൂത്ത് ലെവൽ ഏജന്റുമാരുടെയും യോഗം വിളിച്ചുകൊണ്ട് പരിശോധന നടത്തണം എന്നൊരു ആവശ്യം വന്നിട്ടുണ്ട്. അതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജില്ലാ കളക്ടർ AS ചിത്രയുടെ നിർദ്ദേശപ്രകാരം വരണാധികാരി S ശ്രീജിത്താണ് ഇത്തരത്തിലൊരു നടപടിയുമായി മുന്നോട്ട് പോയിരിക്കുന്നത്. ഇതിൽ കൃത്യമായി പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഈ ഇരട്ട വോട്ട് എന്ന അല്ലെങ്കിൽ കള്ളവോട്ട് എന്ന ആരോപണം ഉയർന്ന ആളുകളുടെ തെരഞ്ഞെടുപ്പ് അവരുടെ സ്ലിപ്പും ID കാർഡും അതുപോലെ തന്നെ വോട്ടർ പട്ടികയും വെച്ചുകൊണ്ട് പരിശോധിക്കണം, അത് തെളിവായി ഹാജരാക്കണം എന്നൊരു ആവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ പ്രാദേശികമായി ഇവിടെ സ്ഥിരതാമസക്കാരാണോ തുടങ്ങിയ കാര്യങ്ങളാണ് ആദ്യഘട്ടത്തിൽ പരിശോധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിലാണെങ്കിൽ ഇത്തരത്തിലൊരു ആരോപണം ശരിയല്ലെങ്കിൽ അവർക്ക് വോട്ടുമായി മുന്നോട്ട് പോകാം. അല്ലാത്ത പക്ഷം നേരത്തെ പറഞ്ഞ പോലെ ചലഞ്ച് വോട്ട് എന്നൊരു സാധ്യതയിലേക്ക് കടക്കേണ്ടി വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത്തരം നടപടികളുമായിട്ട് CPM മുന്നോട്ട് പോകുന്നു. അത്തരത്തിൽ വളരെ പോസിറ്റീവായിട്ടാണ് അതിനകത്ത് ജില്ലാ ഭരണകൂടം പ്രതികരിച്ചിട്ടുള്ളത്. 2700 കള്ളവോട്ടുകൾ ഉണ്ട് എന്നൊരു ആരോപണം ഏതാണ്ട് ശരിവെക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിലും അത്തരത്തിൽ തന്നെയായിരുന്നു, തെളിവുകൾ സഹിതമായിരുന്നു CPM ജില്ലാ സെക്രട്ടറിയുടെ ആരോപണം. പിരായിരി പഞ്ചായത്തിലെ 800 വോട്ടുകളുടെ കാര്യം പ്രത്യേകം നമ്മൾ ഊന്നി പറയേണ്ട ഒരു കാര്യമാണ്. UDFിന് വലിയ ഭൂരിപക്ഷമുള്ള ഒരു പഞ്ചായത്താണ് പിരായിരി പഞ്ചായത്ത്. പിരായിരി പഞ്ചായത്തിലെ 800 കള്ളവോട്ടുകൾ ചേർത്തു എന്നൊരു ആരോപണമാണ് CPM ജില്ലാ സെക്രട്ടറി ഉയർത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ BJPയുടെ ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസിന്റെ ഇരട്ട വോട്ടുമായി സംബന്ധിച്ച് ചില കാര്യങ്ങൾ കൂടി ഇതിൽ വ്യക്തത വരുന്നുണ്ട്. അദ്ദേഹം പട്ടാമ്പി മണ്ഡലത്തിലെ BJPയുടെ സ്ഥാനാർത്ഥിയായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അദ്ദേഹത്തിന് പട്ടാമ്പിയിലും വോട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് പാലക്കാട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോഴും ഇപ്പോഴും അതിൽ നിലനിൽക്കുന്ന ഒരു ആശങ്ക, ഞാൻ മുൻപ് പറഞ്ഞതുപോലെ അന്തിമ വോട്ടർ പട്ടികയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. സാധാരണഗതിയിൽ ഇങ്ങനെ ഇരട്ട വോട്ട്, ഒന്നിലധികം ഇടങ്ങളിൽ വോട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും അങ്ങനെയുണ്ടെങ്കിൽ അത് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടിമാറ്റുകയും ഒക്കെ ചെയ്യുന്നത് ഇതിന് മുൻപുള്ള ഘട്ടങ്ങളിലാണ്. അന്തിമ വോട്ടർ പട്ടിക ആ പ്രക്രിയകൾക്കൊക്കെ ശേഷം വരുന്നതാണ്. അപ്പോൾ ഇവിടെ അന്തിമ വോട്ടർ പട്ടിക വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴുള്ള നടപടിക്രമങ്ങളാണ് ഈ രീതിയിൽ തുടരുന്നത്. ഈ BLOമാരെയൊക്കെ ചേർത്ത് ഇങ്ങനെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നത്. അപ്പോൾ CPMന്റെ ആവശ്യപ്രകാരം അത് പ്രകാരം തന്നെ ഈ നിരയിൽ ഇവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കരുത് എന്നുള്ളതാണല്ലോ പ്രധാന ആവശ്യം. അതിന്റെ പ്രായോഗികത എത്രമാത്രമാണ്? അസിത, കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ EN സുരേഷ് ബാബു ഊന്നി പറഞ്ഞത് അത് തന്നെയാണ്. ഇത്തരത്തിൽ ഇരട്ട വോട്ടുള്ളവരെ അല്ലെങ്കിൽ കള്ള വോട്ടുള്ളവരെ വോട്ട് ചെയ്യാൻ സമ്മതിക്കരുത്. അത്തരത്തിൽ ആരെങ്കിലും വോട്ട് ചെയ്യുന്ന പക്ഷം അവരുടെ മേൽ വ്യക്തിപരമായി തന്നെ നിയമ നടപടികളുമായി CPM മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഒരു സാധ്യത CPMന്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഇങ്ങനെയാണ്. ഈ വോട്ട് ചെയ്യാൻ വരുന്നവർ, ഇത്ര ആരോപണ വിധേയരായ ആളുകൾ വോട്ട് ചെയ്യാൻ വരുന്നവർ അവരുടെ റേഷൻ കാർഡ് കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. റേഷൻ കാർഡിൽ കൂടി പേരുണ്ട്, അവർ സ്ഥിരവാസികളാണെങ്കിൽ അവരെ വോട്ട് ചെയ്യാൻ സമ്മതിക്കുക, അല്ലാത്തവരെ അനുവദിക്കാതിരിക്കുക എന്നൊരു രീതിയാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, ഇത്തരത്തിൽ ആരോപണ വിധേയരുടെ പ്രാദേശികമായിട്ട് അവരവിടെ സ്ഥിരതാമസക്കാരാണോ എന്ന കാര്യം പരിശോധിച്ചതിന് ശേഷം അതിനകത്ത് കൃത്യമായി വിവരം പ്രൊസീഡിംഗ് ഓഫീസർക്ക് നൽകും. പ്രൊസീഡിംഗ് ഓഫീസർക്ക് അതിനകത്തൊരു തീരുമാനം എടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് വരണാധികാരി ഒരു നിർദ്ദേശം നൽകുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആസിത, ശരി, ശരത് തോങ്ങല്ലൂറാണ് വിവരങ്ങൾ നൽകിയത്. 2700 വ്യാജ വോട്ടുകൾ പാലക്കാട് ചേർത്തിട്ടുണ്ട് എന്ന CPMന്റെ പരാതിയിന്മേലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് പരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ തുടങ്ങിയിട്ടുള്ളത്. ഇവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കരുത് എന്നുള്ളതാണ് CPMന്റെ ആവശ്യം. അത് തീർത്തും ന്യായവുമാണ്, കാരണം വ്യാജ വോട്ട് ആ നിലയിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ. വിവരങ്ങൾ നൽകിയത് ശരത് തോങ്ങല്ലൂർ.